ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞിട്ടുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് ഹജ്ജാണല്ലോ നമ്മൾ പഠിച്ചു പോരുന്നത്. അതിലെ 37-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓതി കേൾപ്പിച്ചത്. ആയത്തിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ, ലൻ യനാലഹല്ലാഹു ലുഹൂമുഹ വലാ ദിമാഉഹ, അവയുടെ മാംസങ്ങളാകട്ടെ രക്തങ്ങളാകട്ടെ അള്ളാഹുവിങ്കലേക്ക് എത്തുന്നതല്ല എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ലുഹൂമുഹ, ഹ എന്നുള്ള ലമീർ തൊട്ട് മുമ്പ് ആയത്തുകളിലൂടെ പറഞ്ഞ ബലിമൃഗത്തിലേക്കാണ് ആ ഒരു കാര്യം സൂചന നൽകുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നു, വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, അവങ്കിലേക്ക് എത്തുന്നത് നിങ്ങളുടെ തെക്കുവയാണ്, നിങ്ങളിൽ നിന്നുള്ള ഭയഭക്തി മാത്രമാണ് എന്ന്. കദാലിക, പ്രകാരം, സഖറഹ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് മാർഗദർശനം ചെയ്തു തന്നതിന് നിങ്ങൾ അള്ളാഹുവിന് തക്ബീർ നടത്താൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്തു തന്നത് എന്ന്. വബശ്ശിരിൽ മുഹ്സിനീൻ, നബിയെ, സുഹൃതവാന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്ത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തുകളിലൂടെ ഒന്നുകൂടെ കണ്ണോടിക്കുന്നത് നന്നായിരിക്കും. അപ്പോഴാണ് നമ്മൾക്കിതിലൊരു വ്യക്തത, ഒരു ക്ലാരിറ്റി ഒന്നുകൂടെ നമ്മൾക്ക് കിട്ടുക എന്നുള്ളതാണ്. നമുക്കറിയാം, സൂറത്ത് ഹജ്ജിൻ്റെ 25-ാമത്തെ വചനം മുതൽ തുടർന്ന് ഇങ്ങോട്ടുള്ള ആയാത്തുകൾ ഒരു കണ്ടിന്യൂഷൻ, ഒരു തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 25-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ മുശ്രിക്കുകൾക്കുള്ള അവരുടെ അധികാരത്തിന് വലിയ ഒരു താക്കീതൊന്നോണമാണ് 25-ാമത്തെ ആയത്ത്. എന്തായിരുന്നു മുശ്രിക്കുകളുടെ ചെയ്തി? എന്തായിരുന്നു? ജനങ്ങൾ ഇസ്ലാമിനെ അംഗീകരിക്കുന്നതും സത്യവിശ്വാസികൾ ഹജ്ജ് ഉംറ മുതലായ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഹറമിൽ പ്രവേശിക്കുന്നതുമൊക്കെ കഴിയുന്നത്ര ശക്തി ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു വരുന്ന ആളുകളായിരുന്നു മുശ്രിക്കുകൾ. അത്തരം ആളുകൾക്കുള്ള ഒരു താക്കീതായിട്ടാണ് 25-ാമത്തെ വചനത്തെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതിനുശേഷം മസ്ജിദുൽ ഹറാമിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും പ്രത്യേകിച്ചും ആ മസ്ജിദുൽ ഹറാമിൻ്റെ സ്ഥാപനോദ്ദേശവും അതുപോലെ തങ്ങളുടെ വന്ധ്യപിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതുമായിട്ടുള്ള ബന്ധവുമൊക്കെ വിവരിച്ച് തരികയായിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ അത് വിശദീകരിച്ചതാണ് അല്ലേ. ശേഷം നമ്മൾ കണ്ടു, ആ ഒരു മസ്ജിദുൽ ഹറാമിൻ്റെ സവിശേഷത പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിൽ നമ്മൾ കാണുകയുണ്ടായി. ആ ഒരു മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിലേക്ക് ഹജ്ജിന് വരുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ടുന്ന, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ മുഴുവൻ ക്രമങ്ങളും മുഴുവൻ വിശദീകരിച്ചിട്ടില്ല എങ്കിലും അതിലേക്ക് സൂചന നൽകുന്ന കുറേ കാര്യങ്ങളായിരുന്നു പിന്നെ നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും ബലികർമ്മമെന്ന ആ ഒരു കർമ്മത്തെ സംബന്ധിച്ച് വളരെ വിശദീകരിച്ചുകൊണ്ട് ഹജ്ജ് കാര്യങ്ങളോടും ഖുർആനിൻ്റെ അവതരണ കാലത്ത് അറബികൾക്കിടയിൽ നടപ്പുണ്ടായിരുന്ന ആചാരങ്ങളോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വിഗ്രഹങ്ങളും അവയുമായി ബന്ധപ്പെട്ട എല്ലാ ദുരാചാരങ്ങളും അടങ്ങുന്ന അശുദ്ധികളെയും അന്ന് നിലവിലുണ്ടായിരുന്നതും അല്ലാത്തതുമായ എല്ലാ കള്ളവാദങ്ങളെയും വ്യാജ സംസാരങ്ങളെയും വിരോധിച്ചുകൊണ്ടുള്ള ആയാത്തുകൾ നമ്മൾ കാണുകയുണ്ടായി അല്ലേ. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി പ്രവർത്തിക്കണമെന്നുള്ളതാണ് 31-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗം നമ്മളോട് സംസാരിച്ചത്. ഹുനഫാ ലില്ലാഹി ഗൈറ മുശ്രികീന ബി വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയത്തിൽ അല്ലേ. അപ്പോൾ ശിർക്ക് കൊണ്ടുണ്ടാകുന്ന നാശത്തിൻ്റെ ഭയങ്കരത, അതിൻ്റെ ഭയാനകത, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അപകടം ഒരു ഉപമാരൂപത്തിൽ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തത്. ശേഷം
ഈ ബലിമൃഗങ്ങളെ പറ്റി സംസാരിച്ച കൂട്ടത്തിൽ മൃഗങ്ങളെ ബലി ചെയ്യുക എന്ന കർമ്മം മുസ്ലിം സമുദായത്തിന് അഥവാ നബി തിരുമേനിയുടെ ഉമ്മത്തിന് മാത്രം നിശ്ചയിക്കപ്പെട്ട ഒന്നല്ല. മുമ്പുള്ള ദൈവിക മതസമുദായങ്ങളിലും ബലിസമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഉമ്മത്തിൻ ജഅൽന മൻസകലിയത് ഖുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം എന്ന് പറഞ്ഞുകൊണ്ട് ഫഇലാഹുക്കും ഇലാഹും വാഹിദ് എന്നുള്ള ആ തൗഹീദിൻ്റെ ധ്വനി അല്ലേ, ആ അല്ലാഹു സുബ്ഹാനഹു തആല ഏകനാണ് എന്നും എല്ലാവരുടെയും ഇലാഹ് ഏക ഇലാഹായതുകൊണ്ട് ഇത്തരം കർമ്മങ്ങൾ അവനെ ഉദ്ദേശിച്ചു മാത്രമേ നിങ്ങൾ ചെയ്യാവൂ എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന സൂചന നൽകുന്ന കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് ആയത്തുകൾ കടന്നു പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബലികർമ്മ സമ്പ്രദായം എന്നുള്ളത് മുൻ സമുദായങ്ങളിലും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഉണർത്തിയല്ലോ. എന്നിട്ട് പ്രത്യേക പരിഗണനയോടെ അതിനെപ്പറ്റി പ്രോത്സാഹനം നൽകുകയാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്യുന്നത്. എന്താണ് പ്രത്യേകിച്ചും അള്ളാഹു പറഞ്ഞത്, ആ ബലികർമ്മ സമ്പ്രദായം നിങ്ങൾക്ക് മാത്രമല്ല മുൻ സമുദായങ്ങളിലും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഉണർത്തുന്ന വലിയൊരു കാര്യം അതാണ് 37-ാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലടങ്ങിയ യുക്തിതത്വങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് 37-ാം വചനം. അപ്പോൾ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടി നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് രൂപത്തിൽ മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ ആയത്ത് വായിക്കുന്നത് ഒന്നുകൂടെ നമ്മൾക്ക് ക്ലിയറാകാൻ സാധ്യതയുണ്ടാകുക എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിൻ്റെ ചുരുക്കം ഞാനൊന്ന് സൂചിപ്പിച്ചത്. എന്താണ് അതിലടങ്ങിയ യുക്തിതത്വങ്ങൾ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്? അതാണ് ലയ്യനാൽ അല്ലാഹു ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അതാണ് തഖ്വ, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾക്ക് തഫ്സീറിൽ വായിക്കാൻ സാധിക്കും. സമയം ദൈർഘ്യമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനതിവിടെ സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നിങ്ങളുടെ ഭക്തിയാണ് അവങ്കലെത്തുന്നത് എന്ന്. അതാണ് ഈ ഒരു ആയത്തിൽ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതാണ് കർമ്മങ്ങളിൽ നിഷ്കളങ്കത പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം ആ ഒരു ബലികർമ്മം നടത്തുക എന്നുള്ളതാണ് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചത്. നിങ്ങളിൽ നിന്നുള്ള ഭക്തി മാത്രമാണ് അവങ്കിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ 25-ാമത്തെ വചനം മുതൽ ഈ ഒരു വചനം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ മൊത്തത്തിലൊന്ന് ഓർത്തെടുക്കുക നന്നായിരിക്കും. നമുക്കറിയാം ബലികർമ്മം എന്ന് പറയുമ്പോൾ നേർച്ച പോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം നടത്തേണ്ടുന്ന മറ്റൊരു ആരാധനാകർമ്മമായിട്ട് നമ്മളിതിനെ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാം പരിചയമുള്ള ചെറിയൊരു സൂറത്തിൽ പറയുന്നുണ്ടല്ലോ, ഫസ്വല്ലി ലി റബ്ബിക വൻഹർ, അല്ലേ? ഫസ്വല്ലി ലി റബ്ബിക വൻഹർ എന്നുള്ള കാര്യം നമ്മളിവിടെ ഓർത്ത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്താണ് സൂറത്ത് കൗസറിലൂടെ അള്ളാഹു പറയുകയാണ്, നീ നിൻ്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഉണ്ടാകേണ്ടുന്ന ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ നമ്മളുടെ ആ ബലികർമ്മത്തിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നത് എന്താണ് എന്ന് ഈ ആയത്തിലൂടെ പറയുന്നതിൽ നിന്ന് നമ്മൾക്ക് ഇതുകൂടെ മനസ്സിലാക്കാം. ഫസ്വല്ലി ലി റബ്ബിക, നിൻ്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കണം. അപ്പോൾ നമ്മുടെ നമസ്കാരം അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ബലികർമ്മവും അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കണം എന്നുള്ളതാണ്, അല്ലേ? അതുപോലെ തന്നെ ഹദീസുകളൊക്കെ ആ വിഷയത്തിൽ നമ്മൾക്ക് ഏറെക്കുറെ കാണാൻ സാധിക്കും. ലഅന അല്ലാഹു മൻ ദബഹ ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ബലികർമ്മത്തിൻ്റെ ഒരു പ്രാധാന്യം, നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക് അതിനെ പറ്റിയിട്ടുള്ള ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഭാഷ്യം എങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ ഉണർത്തലുകൾ എങ്ങനെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ഇബാദത്തുകളും അവന് വേണ്ടി മാത്രം ചെയ്തുകൊണ്ട് അവങ്കിൽ നിന്നുള്ള പൊരുത്തവും അവങ്കിൽ നിന്നുള്ള പ്രതിഫലവും മാത്രം കാക്ഷിച്ചുകൊണ്ട് എല്ലാ ഇബാദത്തുകളും അവനിലേക്ക് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ചും ഈ ഒരു ആയത്തിൽ പറഞ്ഞ അതിലൂടെ അവൻ നിങ്ങൾക്ക് ആ ബലിമൃഗങ്ങളെയൊക്കെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത് ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മാർഗദർശനം
ചെയ്തു തന്നതിന് നിങ്ങൾ അള്ളാഹുവിന് തക്ബീർ അഥവാ മഹത്വ പ്രകീർത്തനം നടത്തുവാൻ വേണ്ടി എന്നാണ്. അതിലൂടെയൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്വം, അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടുന്ന ആ ഒരു മഹത്വമാണ് അതിലൂടെയെല്ലാം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാം മാർഗദർശനം നൽകി. ആ മാർഗദർശനം നൽകിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള മുസ്ലിമായിട്ട് അല്ലെങ്കിൽ ഈ രൂപത്തിൽ നമ്മൾ ബലികർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ആ ബലികർമ്മത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആലയെ നമ്മൾ ഒന്നുകൂടെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. അതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം അതായിരിക്കണം എന്നാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം അതിനോട് ചേർത്ത് പറഞ്ഞത്, നബിയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടത് എന്താണ്? മുഹ്സിനീങ്ങൾക്ക്, സുഹൃതം ചെയ്യുന്ന ആളുകൾക്ക്, പുണ്യം ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് റസൂലെ താങ്കൾ അവർക്ക് അറിയിച്ചു കൊടുക്കുകയും വേണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.